ഹായ്, ഇത് നമ്മുടെ വണ്ടിയുടെ പുക ഉണ്ടോ? ഭയങ്കര പുകയാണ് കേട്ടോ. അതെന്താ കാരണം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഹലോ ഹായ് കൂട്ടുകാരെ, നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ സൈലൻസർ ഉള്ളിൽ നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ BS6 ആപ്പെ ക്ലാസിക് വണ്ടിയാണ്. അപ്പം അതിൻ്റെ സൈലൻസറിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് കേട്ടോ, 2-3 പൈപ്പുകളായിട്ടാണ് ശരിക്കും സൈലൻസറിൻ്റെ സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ അതിൽ ഈ ഒരു പുട്ടുംകുറ്റി പോലത്തെ ഈ സംഭവം, പിന്നെ അതിൻ്റെ ഇപ്പുറം വരുന്ന മേളിലായിട്ട് വരുന്നൊരു ബെൻഡും ഉണ്ട്. നമ്മുടെ ഹെഡിൽ നിന്ന് നേരെ ഒരു ബെൻഡുണ്ട്. അപ്പോൾ ആ 2 ബെൻഡിനകത്തും നമ്മുടെ വണ്ടിയുടെ കരി കയറി അടഞ്ഞ് ആകെ പ്രശ്നമാവും. അപ്പോൾ നമുക്ക് വണ്ടിക്ക് വലിയ കുറവ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ ഈ ഏകദേശം നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 കിലോമീറ്ററായി. അപ്പോൾ അങ്ങനെ വന്നപ്പം വലിയ കുറവ് മൊത്തത്തിൽ വന്നു. അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിൽ ചെന്നു കേട്ടോ. അങ്ങനെ ഇന്ന് വർക്ക്ഷോപ്പിൽ ചെന്ന് നമ്മളത് അഴിച്ചു കഴിഞ്ഞിട്ട് 1 ലിറ്റർ ഡീസലങ്ങ് മേടിച്ചു. ഡീസൽ മേടിച്ച് നമ്മുടെ ഈ ബെൻഡിനകത്ത് ഒഴിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പുട്ടുംകുറ്റി പോലുള്ള സാധനത്തിനകത്തും ഒഴിച്ചു കേട്ടോ. അതെ, ആ ഡീസൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ കുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ കരി കേട്ടോ വരുന്നത് വണ്ടിയുടെ ഈ സൈലൻസറിനുള്ള. അപ്പോൾ ആ സൈലൻസറിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അരിപ്പ് മൊത്തം അടഞ്ഞിട്ട് നല്ല നേരായൊരു പ്രവർത്തനം അല്ലായിരുന്നു കാഴ്ച വെച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല രീതിക്ക് നല്ല ഫോഴ്സിൽ വെള്ളം അങ്ങ് അടിച്ചു. അപ്പോഴും കരി പോയി തീർന്നിട്ടില്ല. അത് കാരണം എന്തേ പോയിക്കൊണ്ടിരിക്കുന്നതിന് ഭാഗമായിട്ടായി കാണുന്നേ. അപ്പോൾ നല്ല ഫോഴ്സിൽ തന്നെ അങ്ങ് അടിച്ചു. നല്ല സെറ്റപ്പായിട്ടങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കരിയെല്ലാം ഇളകി നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ സൈലൻസറേ. ഉണ്ടോ ഈ കരി ഇങ്ങനെ കട്ടയായിട്ട് വാലുമാക്കറി കിടക്കുന്ന പോലെ ഇങ്ങനെ വെള്ളത്തിൽ ഉരുണ്ട് കിടക്കുന്നതുണ്ടോ. അപ്പോൾ ഡീസലും കൂടെ കൂട്ടിയോണ്ടാണ് കേട്ടോ അങ്ങനെ കിടക്കുന്നത്. അതുപോലെ നമ്മൾ 5 രൂപ കാർ വാഷിന് ചെയ്യുന്ന ഷാമ്പൂ കൂടെ മേടിച്ചിട്ട് അങ്ങ് അടിച്ചു. അപ്പോൾ ഇനി കരി ലേശം പോലും ഇരിക്കാതിരിക്കാൻ അങ്ങനെ നമ്മുടെ വണ്ടിയിൽ കയറ്റി സൈലൻസർ അങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഡീസലിന് മയം ഉള്ളതുകൊണ്ട് സംഭവിക്കുന്ന ഈ പുകയാണ് കേട്ടോ. ഇതൊരു കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ പുക വരും, ഇങ്ങനെ നമ്മൾ ഈ ഡീസൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ നമ്മൾ അറയൊക്കെ എടുത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ സൗണ്ടിൽ വലിയ വ്യത്യാസം തന്നെ വരും. അപ്പം നിങ്ങളുടെ ആരെങ്കിലും വണ്ടിക്ക് ഇങ്ങനെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ വണ്ടി ഓക്കെ ആയി.